ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNB അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. USS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി 28 LSS USS എക്സാം നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി കളിച്ച് കളയാൻ നേരമില്ല, എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട നേരമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മലയാളം ഫസ്റ്റ് ആവശ്യമില്ലാത്തവരെ ആ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടാൽ മതി. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ യാത്രാ വിവരണമല്ലാത്ത കൃതി ഏത്? ബാലിദ്വീപ്, ഒറ്റനോട്ടത്തിൽ, കാപ്പിരികളുടെ നാട്ടിൽ, ഓർമ്മകളുടെ ലോകത്തിൽ. ആൻസർ ഓർമ്മകളുടെ ലോകത്തിൽ. 2. സീത മുതൽ സത്യവതി വരെ എന്ന കൃതി എഴുതിയതാരെ? ലളിതാംബിക അന്തർജനം. 3. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക, ഈ പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? ലക്ഷ്യം പിഴയ്ക്കുക. 4. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ ഏത്? കണ്ണീരും കിനാവും, ആത്മകഥയ്ക്കൊരാമുഖം, കഴിഞ്ഞ കാലം, ജീവിത സമരം. ആത്മകഥയ്ക്ക് ഒരാമുഖമാണ് ഉത്തരം. 5. മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏത് വാദ്യവുമായി ബന്ധപ്പെട്ട കലാകാരനാണ്? ചെണ്ടയാണ് ഉത്തരം. 6. ചുവടെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏത്? ഇസങ്ങൾക്കപ്പുറം VKN, തത്വമസി MN കാരശ്ശേരി, കുരുക്ഷേത്രം അയ്യപ്പ പണിക്കർ, നരനായും പറവയായും ലളിതാംബിക അന്തർജനം. സി. കുരുക്ഷേത്രം അയ്യപ്പ പണിക്കരാണ് ശരിയായ ആൻസർ. 7. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സമാനാർത്ഥം വരുന്ന പദക്കൂട്ടമേത്? എ. തടിനി വാഹിനി 6, ബി. ചിത്തം മാനസം ശിരസ്, സി. സുമം കുസുമം പത്രം, ഡി. ഏണം ഹിരണം മയൂരം. എ. തടിനി വാഹിനി 6 ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 8. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കാത്ത ഭാഷ ഏത്? കന്നഡ, തമിഴ്, സംസ്കൃതം, ഹിന്ദി. ഉത്തരം സംസ്കൃതം. 9. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവി ആരാണ്? കുമാരനാശാൻ. 10. ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലയേത്? ഉത്തരം തെയ്യം. അടുത്തത് മലയാളം സെക്കൻഡാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. 2. ആളൊഴിഞ്ഞന്തി വിളക്കുവച്ചു ബാലപാഠം ഞാൻ ഉരുവിടുമ്പോൾ ആരുമാകായിലെന്തേ വടക്കിനി മൂലയിലിത്രയും നാട്ടുകൂട്ടം, ആരുടെ വരികൾ? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. 3. കൊച്ചനുജൻ എന്ന കവിത രചിച്ചത് ആരെ? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. 4. ഈശൽ എന്ന പദത്തിനർത്ഥം? സംശയം എന്നാണ് ഇതിനുത്തരം. 5. ചേച്ചി കൊച്ചനുജനെ പിരിയാൻ കാരണം? ഉത്തരം വിവാഹം. 6. അനുജാതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മകൻ, അച്ഛൻ, അനുജൻ, ജ്യേഷ്ഠൻ. ഉത്തരം അനുജൻ. 7. കഥാനായകൻ്റെ ചോദ്യങ്ങളോട് അശ്വതി പ്രതികരിക്കാതിരിക്കാൻ കാരണം? അപരിചിതത്വം, നാണം, ഭയം, ദുഃഖം. അപരിചിതത്താണ് ആൻസർ. 8. ജീവിത ചിന്തകൾ എന്ന കൃതിയുടെ കർത്താവാരെ? ടി പത്മനാഭൻ, KP കേശവമേനോൻ, CV ബാലകൃഷ്ണൻ, SK പൊറ്റക്കാട്. KP കേശവമേനോൻ. 9. അശ്വതി എന്ന കഥയിലെ കച്ചവടക്കാരൻ്റെ മനോഭാവം എന്ത്? സൂത്രം, ദയ, കോപം, സ്നേഹം.
ഉത്തരം സൂത്രം. 10. കഴിഞ്ഞ കാലം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? നോവൽ, ചെറുകഥ, ആത്മകഥ, ജീവചരിത്രം. ആത്മകഥയാണ് ഉത്തരം. വിമാനസഞ്ചാരി എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? വിമാനത്തിൽ സഞ്ചരിക്കുന്ന ആൾ. 12. സപ്തഭാഷാ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല. ഉത്തരം കാസർഗോഡ്. 13. താഴെ കൊടുത്തിരിക്കുന്നവയിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിൻ്റെ കലാരൂപം. ഉത്തരം മുടിയേറ്റ്. 14. രാമായണത്തിൻ്റെ തമിഴ് രൂപം. ഉത്തരം കമ്പരാമായണം. അടുത്തത് അടിസ്ഥാന ശാസ്ത്രം. ഒന്നാമത്തെ ചോദ്യം, നാം വസ്തുക്കളെ കാണുന്നത് എപ്പോൾ? എ. പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ. ബി. പ്രകാശം വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ. സി. അപവർത്തനം മൂലം. ഡി. പ്രകാശത്തിൻ്റെ പ്രത്യേകത കൊണ്ട്. നിങ്ങൾക്കറിയാം ഉത്തരം പ്രകാശം വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ. രണ്ടാമത്തെ ചോദ്യം, ഏത് ജോഡിയാണ് ശരിയായത്? എ. പവിത്ര ലോല ഉജ്ജ്വല. ബി. പവിത്ര ഹ്രസ്വ അന്നപൂർണ. സി. ഉജ്ജ്വല കിരൺ ശ്വേത. ഡി. ജ്യോതിക സൽകീർത്തി ശ്വേത. ഉത്തരം ബി. പവിത്ര ഹ്രസ്വ അന്നപൂർണ. 3. 2020 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ഏത് വൈറസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞർക്ക്? ഓപ്ഷൻസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഹെപ്പറ്റൈറ്റിസ് സി ആണ്. 4. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം? അസ്കോർബിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ഓക്സാലിക് ആസിഡ് ഇവയൊന്നുമല്ല. ഉത്തരം അസ്കോർബിക് ആസിഡ്. 5. രക്തത്തിലെ ഹീമോഗ്ലോബിനെ വിഷമയമാക്കുന്ന രാസപദാർത്ഥം? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബോണിക് ആസിഡ്, നൈട്രസ് ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡാണ് ശരിയായ ഉത്തരം. 6. ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുന്നത് മിററുകൾ ഏത് രീതിയിൽ വയ്ക്കുമ്പോഴാണ്? എ ആണ് ശരി ഉത്തരം. 7. ചോദ്യം, ഹൈഡ്രജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ? ലവോസിയർ, ഹെൻറി കാവൻഡിഷ്, റോബർട്ട് ബ്രൗൺ, റോബർട്ട് ഹുക്ക്. ഉത്തരം ലവോസിയർ. 8. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ സഹായത്തോടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്ക് നിർമ്മിക്കുന്ന പോഷകം ഏത്? വൈറ്റമിൻ എ, ബി, ഡി, സി. ഇതിലേതാണെന്നാണ് ചോദ്യം. ഉത്തരം വൈറ്റമിൻ ഡി ആണ്. 9. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ഉത്തരം തണ്ട്. 10. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയായ അസറ്റോബാക്ടർ കുറവുള്ള മണ്ണിൻ്റെ pH താഴെ തന്നിരിക്കുന്നവയിൽ ഏത്? ഉത്തരം 4. 11. കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉണ്ടാക്കുന്ന രീതി? വർഗസങ്കരണം, ടിഷ്യൂ കൾച്ചർ, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്. ഉത്തരം വർഗസങ്കരണം. 12. വാതകം ദ്രാവകത്തിൽ ലയിച്ചതിന് ഉദാഹരണം? ഉത്തരം സോഡാജലം. 13. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ സി. നെക്സ്റ്റ് നമ്മൾ സോഷ്യൽ സയൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിലൊന്നായ ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇറ്റലി, ഇംഗ്ലണ്ട്, തുർക്കി, ജർമ്മനി. തുർക്കിയാണ് ആൻസർ. 2. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധം? മൈസൂർ യുദ്ധമാണോ, കുളച്ചൽ യുദ്ധം, പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം? പ്ലാസി യുദ്ധമാണ് ആൻസർ. 3. സ്വാമി ദയാനന്ദ സരസ്വതി രൂപീകരിച്ച സംഘടന? ബ്രഹ്മസമാജം, ആര്യസമാജം, ആര്യ മഹിളാ സഭ, സത്യശോധക് സമാജ്. ആര്യസമാജാണ് കറക്റ്റ്. 4.
ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ്? അനക്സിമാൻഡർ, മെർക്കാറ്റർ, എബ്രഹാം ഓർട്ടേലിയസ്, ക്രിസ്റ്റഫർ കൊളംബസ്. മെർക്കാറ്ററാണ് കറക്റ്റ് ആൻസർ. 5. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്നറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പാകിസ്ഥാൻ, ഇസ്താംബൂൾ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ. ഉത്തരം ഇസ്താംബൂൾ. 6. ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വിദേശ വനിതയായ ആനി ബസന്റ് ഏത് രാജ്യക്കാരിയായിരുന്നു? അയർലൻഡാണ് ഉത്തരം. 7. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മണ്ഡലം? ഉത്തരം ജൈവമണ്ഡലം. 8. 1893 ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ. 9. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം? 1664. 10. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, ഗുട്ടൻബർഗ്, മാർട്ടിൻ ലൂതർ. ഉത്തരം കോപ്പർനിക്കസ്. 11. കേരളത്തിൻ്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം? വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, വില്ലുവണ്ടി സമരം, ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശന വിളംബരം. 11. താഴെ പറയുന്നവയിൽ അറബിക്കടലിൽ പതിക്കാത്ത നദി ഏത്? സിന്ധു, നർമ്മദ, താപ്തി, ഗംഗ. ഉത്തരം ഗംഗ. അവസാനത്തെ ചോദ്യം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഉത്തരമഹാസമതലം, ഉത്തരപർവ്വത മേഖല, സമതലം, പർവ്വതങ്ങൾ. ഉത്തരം ഉത്തരമഹാസമതലം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സും ഇംഗ്ലീഷും മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്